വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൺ ഗൈഡൻസസ് ഫോർ യു ബോത്ത് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലേക്ക് സക്സസ് നേടാൻ വേണ്ടതായിട്ടുള്ള സൺ ഗൈഡൻസ്, അതുപോലെ റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് സന്തോഷം, സംതൃപ്തി, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സൺ ഗൈഡൻസസ്. എന്തുകൊണ്ടാണ് സൺ ഗൈഡൻസിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺ എനർജിയാണ് ഒരു വ്യക്തിക്ക് വിസ്ഡം കൊടുക്കുന്നത്. റൈറ്റ് ആക്ഷൻ അറ്റ് ദി റൈറ്റ് ടൈം എടുക്കാൻ വേണ്ട ആത്മജ്ഞാനം. ആസ്ട്രോളജിയിൽ നമ്മൾ സണ്ണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. അപ്പോൾ കാലപുരുഷൻ്റെ ഒരു ആത്മകാരകനായിട്ട് നമ്മൾ പറയുന്നത് സൂര്യനെയാണ്. അത് എല്ലാ വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണ്. അവൻ്റെ കോൺഫിഡൻസ്, അവനെ തന്നെ അവൻ അറിയുന്ന വ്യാപ്തി, ഇത് ഓവറായി കഴിഞ്ഞാൽ നമ്മളുടെ ഈഗോ ലെവൽ വർദ്ധിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനവനെ അറിഞ്ഞ് അവനവൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും പെരുമാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതോടൊപ്പം രണ്ട് കാര്യം, കോൺഫിഡൻസ് ഇസ് ദ കീ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾക്ക് അതിൽ എത്രത്തോളം ഡിറ്റർമിനേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മളുടെ സക്സസ്സിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും, അല്ലെങ്കിൽ സക്സസ്സിലേക്ക് എത്താനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണെങ്കിൽ പോലും സക്സസ് എന്ന് പറയുന്നതുമായിട്ട് നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ടു സേ ഹലോ ടു യുവർ സക്സസ്, നിങ്ങളുടെ സൺ എനർജി വളരെയധികം സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, കോൺഫിഡൻസ് ആൻഡ് ടൈം, ഈ രണ്ട് കാര്യം ഒത്തുചേർന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ, അതായത് സമയം നല്ലതാകുമ്പോൾ ആ സമയത്തെ ഉപയോഗിക്കാൻ അറിയണം, സമയം മോശമാകുമ്പോൾ ആ സമയത്തെയും കൃത്യമായി ഉപയോഗിക്കാൻ അറിയണം. അതെങ്ങനെയാണ്? ചിലപ്പം ഒരു ആക്ഷൻ എടുക്കാതെയാണ് മോശമായ സമയത്തെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇനാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഐസൊലേഷൻ യൂണിവേഴ്സായിട്ട് തന്നിട്ടുണ്ടാവാം. അത് മുന്നോട്ടേക്ക് നിങ്ങളുടെ സക്സസ് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ജനറലായിട്ട് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരു ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഏത് സമയത്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, അവിചാരിതമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി മനസ്സിൽ ഉറപ്പിക്കാം, നിങ്ങളുടെ ജീവിതം മാറാനായിട്ടാണ്, സക്സസ്സിലേക്കാണ് പോകുന്നത്, നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക്, നിങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ്. ജനറലി നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഗൈഡൻസ് നമുക്ക് നോക്കാം. ശ്രീരാമൻ രാവണനുമായിട്ടുള്ള യുദ്ധം ദീർഘകാലത്തിലേക്ക് ഇങ്ങനെ നീണ്ടുപോവാണ്. അങ്ങനെ നീണ്ടുപോകുന്ന സമയത്ത് ഇതിനൊരു അന്ത്യം ഉണ്ടാവുന്നില്ല. പരാജയം ആർക്കും സംഭവിക്കുന്നില്ല, വിജയവും ആർക്കും സംഭവിക്കുന്നില്ല. അപ്പോൾ അഗസ്ത്യ മുനി ശ്രീരാമൻ ഉപദേശിച്ചു കൊടുത്തതാണ് ആദിത്യ ഹൃദയ സ്തോത്രം. ആദിത്യൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ, സൂര്യൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് വിജയത്തിലെത്താൻ സാധിക്കുക എന്നുള്ളത്. അതിനുശേഷമാണ് എത്രയും ദീർഘമായി നടന്നുകൊണ്ടിരുന്ന ആ ഒരു യുദ്ധത്തിന് ശ്രീരാമൻ ഒരു അന്ത്യം കുറിക്കാനും ഒരു വിജയം ലഭിക്കാനായിട്ടും സഹായിച്ചത്. അതുകൊണ്ട് തന്നെ ആ കോൺഫിഡൻസ്, സൂര്യൻ തരുന്ന അറിവ്, ആ പ്രകാശം, ആ വിസ്ഡം, ആ ഹീലിംഗ്, ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് വേറൊരു ലെവൽ തന്നെയാണ്. നമുക്ക് എല്ലാ പ്ലാനറ്റ്സിനും അതിൻ്റെതായ മൂല്യമുണ്ട്. ശനിയുടെ ഒരു കനിവുണ്ടായാൽ മാത്രമാണ് നിങ്ങളുടെ കർമ്മകൾ പൂർത്തിയാക്കാൻ സാധിക്കുക. അങ്ങനെ നിങ്ങളുടെ കർമ്മകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി അടുത്തത് നിങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണമാണ്. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടതാണ് നിങ്ങൾക്ക് സൺ എനർജി. സോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്ന്. ഓക്കെ, ടെമ്പറൻസ് ആണ് വന്നത്. ഇമോഷണൽ ബാലൻസിങ്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ശിവശക്തിയാണ്. യുവർ ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ എനർജിയുടെ ഒരു ബാലൻസ് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിനെ നോക്കി കാണുന്നതിനോടൊപ്പം തന്നെ ഇമോഷണലി എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട്, അതായത് ബി സെൻസിറ്റീവ്, പക്ഷെ സെൻസിറ്റിവിറ്റിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, നമുക്കതിവിടെ വയ്ക്കാം. ആൻഡ് ജസ്റ്റിസ്. യെസ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോർട്ട് കേസസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരു ന്യായ അന്യായങ്ങളിൽ പെട്ട് നിങ്ങളുടെ ജീവിതം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്കൊരു ന്യായം
ലഭിക്കുന്നു. നീതി ദേവതയുടെ ഒരു ന്യായം, അതായത് ശനിയുടെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ട്. ആൻഡ് ദ ഹെർമിറ്റ് അത് നോളജിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വിസ്ഡം വർദ്ധിപ്പിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നോളജും വിസ്ഡവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നോളജ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കാറുണ്ട്. ബുക്കുകളിൽ കൂടെ, വീഡിയോകളിൽ കൂടെ ഒരുപാട് രീതിയിൽ നമുക്ക് ലഭിക്കാറുണ്ട്. ഇതെല്ലാം റോ ഡയറ്റാണ്. അതായത് ഒരാൾ നമുക്ക് തരുന്ന ഇൻഫർമേഷനെ നോളജ് എന്ന് പറയാം, റോ ഡയറ്റ. എന്നാൽ ഈ റോ ഡയറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് എടുത്ത് അതിനെ നമ്മൾ ഒരു അനാലിസിസ് നടത്തി വിശകലനം ചെയ്ത് നമ്മളുടേതായിട്ടുള്ള ന്യായ അന്യായങ്ങളിൽ കൂടെ അതിനെ കടത്തി വിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ദ പ്രോസസ്ഡ് നോളജ് ഇസ് ഈക്വൽ ടു വിസ്ഡം. അതാണ് യഥാർത്ഥത്തിലുള്ള വിസ്ഡം. അതായത് ഒരു തിരിച്ചറിവിൽ നിന്നും വരുന്ന പ്രതിഫലനമാണ് വിസ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതാണ് ജനറലി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ, കരിയറിൽ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സൺ നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പോസിറ്റീവ് ഔട്ട്ലുക്ക് വന്നിട്ടുണ്ട്. റിലാക്സേഷനാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ബോട്ടം എനർജി ഇന്നർ നോവിങ് ആണ്. ഈ ഒരു ഇന്നർ നോവിങ് നിങ്ങളോട് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ വിസ്ഡത്തിൻ്റെ പ്രാധാന്യമാണ്. നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങളുടെ ഉത്തരം അവിടെയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുക എന്നുള്ളതാണ് നിങ്ങളുടെ വിസ്ഡം വർദ്ധിപ്പിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ എനർജി കൊടുക്കാനായിട്ട് സാധിക്കുക. ഏതൊരു വ്യക്തിക്ക്, ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവാണ്, അവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് മാത്രം ഉണ്ടായാൽ പോരാ, അല്ലേ? ഒരാളുടെ കണ്ണിൽ നോക്കി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ആ വ്യക്തിക്ക് അവിടെ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഈവൻ ദോ കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ധാരണയൊന്നും ഇല്ലെങ്കിലും എന്തൊരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിച്ചാലും അതിനെ നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അതിനുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനൊരു കോൺഫിഡൻസ് ഉണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളത് റിസോൾവ് ചെയ്യും. നിങ്ങളുടെ കൈകളിൽ ഈ ജോലി ഭദ്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് കോൺഫിഡൻസിന് അവരിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു റിമാർക്ക് നിങ്ങളെക്കുറിച്ച്. എന്നാൽ വിസ്ഡം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻപുട്ട് അവിടെ, അതായത് നിങ്ങളൊരു മെഷീൻ അല്ല എന്നുള്ള ഒരു തെളിവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം എവ്രി വൺ ഇസ് റീപ്ലേസബിൾ. അതായത് നിങ്ങളില്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ആ ജോലി ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു സ്റ്റാമ്പ് ഉണ്ട്. അതവിടെ കൊടുക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ചെയ്യുന്നത്. സോ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വിഷയമാണ് ഈ സമയത്ത്. അടുത്തതായിട്ട് ഇതൊരു വിഷയത്തിനെയും പോസിറ്റീവ് ഔട്ട്ലുക്ക് കൂടി കാണുക. അതായത് ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഗ്ലാസ്സിൽ പകുതി വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഗ്ലാസ് നിങ്ങളുടെ മുന്നിൽ തന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന ഉദാഹരണമാണ്, ഇത് പകുതി എംപ്റ്റി ആണ്, പകുതി കാലിയാണ് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇതിൽ പകുതി വെള്ളം ഉണ്ട്, ഇത് നിറയ്ക്കണമെങ്കിൽ ഞാനിനി പകുതിയും കൂടെ ഒഴിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് പറയാം. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ 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 വലുതാണ്. ദ പോസിറ്റീവ് അപ്രോച്ച് ടു ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഈ ഒരു സമയം കൊണ്ടുവരേണ്ടത് അതാണ്. അടുത്തൊരു കാർഡ് വന്നത് റിലാക്സേഷനാണ്. അതായത് നമ്മൾ ഒരുപാട് നേരം അധ്വാനിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. യു നീഡ് ടു ടേക്ക് ബ്രേക്സ്. 24 മണിക്കൂറിൽ ഒരു വ്യക്തി 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം എന്നുള്ളത് നമ്മളുടെ ബോഡി വർക്ക് ചെയ്യുന്നതിന്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമാണ് റെസ്റ്റ്, ബ്രേക്ക് എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ ചിന്തകൾക്കും ഒക്കെ നിങ്ങളൊരു ബ്രേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ അകത്തൊരു സ്പിരിച്വൽ സൈഡിലേക്ക് നിങ്ങൾ നോക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്പിരിച്വൽ ബാത്ത്. എന്താണ് ഒരു സ്പിരിച്വൽ ബാത്ത്? എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ കൊടുത്ത് സോൾട്ട് വാട്ടർ ബാത്ത് ഒക്കെ ചെയ്ത്
നിങ്ങളുടെ ബോഡി ഒന്ന് റെജുവിനേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പുറത്തുകൂടി നിങ്ങളുടെ അകം ശുദ്ധമാവുകയാണ്. നമുക്ക് ഇൻസൈഡ് ഔട്ടും ഉണ്ട്, ഔട്ട്സൈഡ് ടു ഇന്നും ഉണ്ട്. 2 രീതിയിൽ നമുക്ക് ശുദ്ധീകരണം നടത്താവുന്നതാണ്. അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ബോഡിക്ക് ഒരു റിലാക്സേഷൻ കൊടുക്കുക. ഓക്കെ, വി ഗോട്ട് സ്കോർപ്പിയോ. വാട്ടർ എലമെൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ റിസർച്ച് മോഡ് ഓണാക്കി വയ്ക്കുക. ആഴത്തിലുള്ള പഠനം ആവശ്യമാണ്, ആഴത്തിലുള്ള കോൺസെൻട്രേഷൻ ആവശ്യമാണ്. നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ സ്റ്റാമ്പ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ കൊടുക്കാം എന്നുള്ള ഒരു റിസർച്ച് വർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ ആവശ്യമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പിക്ത. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് പറയുന്നത്. ഫോക്കസ് ആൻഡ് ഡിസിപ്ലിൻ ആവശ്യമാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ഒരു ടൈമിന് കഴിക്കുക എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്കിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മെറ്റബോളിസം സ്ട്രോങ് ആക്കാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ നോൺ വെജ് ഫുഡ് നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ മെറ്റബോളിസം സ്ട്രോങ് ആകുക എന്നുള്ളത്, ഡൈജഷൻ പ്രോപ്പർ ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു ബോഡിയിലെ ഒരു ഋതം ഇവിടെ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ കരിയറിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. കരിയർ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കരിയറിൽ ഏതൊരു സമയത്താണ് സക്സസ് ഉണ്ടാവുക എന്നുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഐഡിയാസ് എല്ലാം വളരെ വളരെ വെറൈറ്റി ഉള്ള ഐഡിയാസാണ്. അതായത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഐഡിയാസാണ്. അപ്പം ഈ ഐഡിയാസിനെ നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ട് മനസ്സിലാക്കി അതിനെ ഒരു വർക്കിംഗ് പ്ലാനിലേക്ക്, ഫോമാറ്റിലേക്ക് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ വിത്തിൻ 1 month ടൈം പീരീഡ് നിങ്ങൾക്കൊരു റെവലേഷണറി ഐഡിയ ഉണ്ടാകും, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 1 yearനുള്ളിൽ നിങ്ങളുടെ കരിയറിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സക്സസ്സും അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ തേടി ഓപ്പർച്യൂണിറ്റീസ് വരും എന്നുള്ളതാണ്. ഇനി സൺ ഗൈഡൻസ് ഓൺ യുവർ പേഴ്സണൽ ലൈഫ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സിൽ, സോഷ്യൽ സർക്കിളിൽ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കോൺഫിഡൻസ് ആണ് പ്രൊഫഷണൽ സക്സസ്സിന് ആവശ്യം എന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് സക്സസ്സിന് നമുക്ക് സൺ എനർജിയിൽ ഏറ്റവും ആവശ്യമുള്ളത് എന്ന് പറയുന്നത് ഈഗോ ചെക്ക്. രണ്ടാമതായിട്ടുള്ളത് നമ്മളുടെ ആത്മാവിനെ അറിയുക. അതായത് നമ്മളുടെ ഇമോഷൻസ് വളരെ സെൻസിറ്റീവായി നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആക്ഷൻ എടുക്കുന്നതിന് മുൻപ് അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം. ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡിനെ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സമയമാണ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് യുവർ ഫെമിനൈൻ സൈഡ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷണൽ സൈഡിനെ നിങ്ങൾ അറിയുന്നില്ല, ഇപ്പോൾ നിങ്ങളതിനെ ഒഴിവാക്കി വിടുകയാണ്. അത് നിങ്ങൾ കുറച്ചും കൂടെ അറിയുക. അത് അറിയാനായിട്ടുള്ള വഴി എന്ന് പറയുന്നത് കുറച്ച് സെൽഫ് പാമ്പറിങ് ഒക്കെ ചെയ്തു കൊടുക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൂടുതലായിട്ട് മനസ്സിലാക്കി തരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൃത്യമായ രീതിയിൽ മനസ്സിലായാൽ മാത്രമാണ്, അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് സങ്കടം ഉണ്ടാകുന്നത്, ഇത് കൃത്യമായി നിങ്ങൾക്ക് അറിയുമ്പോഴാണ് ഇത് നിങ്ങൾക്ക് തിരിച്ച് ഒരാൾക്ക് പ്രവൃത്തി ചെയ്ത് സന്തോഷം കൊടുക്കാനായിട്ട് സാധിക്കുക. എന്ത് ചെയ്താലാണ് വിഷമം ഉണ്ടാവുക, അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇഫ് യു ആക്ടിവേറ്റ് യുവർ ഫെമിനൈൻ എനർജി. ആൻഡ് ദെൻ വി ഹാവ് ലൈഫ് പർപ്പസ് ആൻഡ് റീപാരൻറ്റിങ് യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് ബോട്ടം എനർജി ഫൊർഗീവ്നെസ് ആണ് വന്നത്. ഇവിടെ നിങ്ങൾ ഫൊർഗീവ്നെസ് മെഡിറ്റേഷൻ ചെയ്യുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ വീണ്ടും ഒന്ന് റീപാരൻറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യമുണ്ട്. അതായത് ഇമോഷണലി നിങ്ങൾ അത്രയും വൾണറബിൾ ആയിട്ട് ആയിരിക്കില്ല
ചെറിയ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലൊക്കെ നിങ്ങൾ വളർന്നിട്ടുണ്ടാവുക. മേ ബി അബ്യൂസീവ് എൻവയൺമെൻറ്റിൽ വളർന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് കണ്ട് വളർന്നിട്ടുണ്ടായിരിക്കും, അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെയാണ് ഏറ്റവും അധികമായിട്ട് ബാധിക്കുക. നിങ്ങൾക്ക് ഒരു വൾണറബിലിറ്റി ഭയമുള്ള ഒരാൾക്ക് കരിയറിൽ ഇഷ്യൂ ഉണ്ടാവില്ല, കാരണം അവിടെ കോൺഫിഡൻസ് മതി, ഇമോഷൻസിന് സ്ഥാനമില്ല, മാസ്കുലിനിറ്റി മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷെ അവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി വിജയം വേണമെങ്കിൽ നിങ്ങളുടെ ഫെമിനൈൻ സൈഡ് കൊണ്ടുവരണം. റിലേഷൻഷിപ്പിൽ എന്നാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി പോയിട്ട് ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം എങ്കിൽ പോലും നിങ്ങൾക്ക് വൾണറബിലിറ്റി ആവശ്യമാണ്, ആത്മാർത്ഥത ആവശ്യമാണ്, ഓപ്പൺനെസ് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക. നിങ്ങൾ ആസ് എ പാരൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയെ വളർത്താൻ പോകുന്നത്, അത്രയും കെയർ നിങ്ങളിപ്പോൾ സ്വയം നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങളെ ഒരു കൊച്ചു കുട്ടിയായി സങ്കല്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട കെയർ കൊടുക്കുക. ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു കറക്റ്റ് ഗൈഡൻസിൽ ചെയ്യുക. ഇത് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് എന്ന് ഞാൻ ചെയ്തു, പക്ഷേ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തോ ആണ് ചെയ്തത് കൃത്യമാവണമെന്നില്ല. പൂർണ്ണമായ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൈഡൻസ് എടുത്ത് തന്നെ ചെയ്യുക. ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ സക്സസ് മാത്രമല്ല ലഭിക്കുക, ഇവിടെ നിങ്ങളുടെ സോൾ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലുള്ള പർപ്പസും കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് തോന്നലുകളായിട്ട് റിവീൽ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫൊർഗീവ്നെസ് മെഡിറ്റേഷനിൽ നിന്നുകൊണ്ടാണ്. കൂടുതലായിട്ട് എന്താണ് നിങ്ങൾ അറിയേണ്ടത് റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാവാൻ? The Sacred Woman, okay. Serendipity, okay. Relax ചെയ്യുക എന്നുള്ള മെസ്സേജ് തന്നെയാണ്. We'll take one more card. The Distorted Masculine Energy. ബോട്ടം എനർജി ബൗണ്ടറീസ് ആണ് വന്നിരിക്കുന്നത്. സെൽഫ് റെസ്പെക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഇറങ്ങി പോരാൻ പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ കംപ്ലീറ്റ്ലി മാറി നിൽക്കുക. അതുപോലെ ഫസ്റ്റ് നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു എനർജി ഉണ്ട്. ആൻഡ് ദിസ് എനർജി ഇസ് ഡെഫിനറ്റ്ലി ഫോർ ഡിവൈൻ ഫെമിനൈൻ എനർജീസ്. നിങ്ങൾക്കുള്ള ഒരു മെസ്സേജാണ്, ഡിവൈൻ ഫെമിനൈൻസിനുള്ള ഒരു മെസ്സേജാണ്. ആൻഡ് ദെൻ വെയിറ്റിംഗ്, ഓക്കെ, ട്രസ്റ്റോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ടൈമിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടും കയോട്ടിക് ആയിട്ടൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രസ്റ്റോട് കൂടിയിട്ട് ഡിവൈനിലും ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ സ്വയം നിങ്ങളുടെ ജേർണിയിലും ട്രസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. വളരെ ശാന്തമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് തന്നെ വെയിറ്റ് ചെയ്യുക. ആൻഡ് ഡിസ്റ്റോർട്ടഡ് മസ്കുലൈൻ എന്ന് പറയുന്ന ഒരു എനർജി, ഇത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു എനർജിയാണ്. അത് പർട്ടിക്കുലറായിട്ട് കൂടുതലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങളുടെ ഇന്നർ എനർജിയുടെ ഒരു വലിയ റിഫ്ലക്ഷനാണ് റിയാലിറ്റിയിൽ. അപ്പോൾ നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇൻട്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇൻട്യൂഷനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയുന്നുണ്ടോ? സപ്രസ്ഡ് ആക്കുന്നുണ്ടോ? ഏതൊരു സാഹചര്യത്തിനും നിങ്ങൾക്ക് ഒരു പ്രൂഫ് ആവശ്യമാണോ? ലോജിക്കൽ പ്രൂഫ് ആവശ്യമാണോ? അതില്ലാതെ നിങ്ങൾക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മെൻറ്റാലിറ്റിയിലാണോ നിങ്ങളുള്ളത്? ഏതൊരു സാഹചര്യത്തിനെയും കൺട്രോൾ ചെയ്യണമെന്ന് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ റിലേഷൻഷിപ്പ് പോകണം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പാർട്ട്ണർ ബിഹേവ് ചെയ്യണം. ഹൈ എക്സ്പെക്റ്റേഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഡിസ്റ്റോർട്ടഡ് മാസ്കുലൈൻ എനർജി ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ്, അതിൻ്റെ ഏറ്റവും അധികമായിട്ട് ഡിസ്റ്റോർട്ടഡ് മാസ്കുലൈനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിയാലിറ്റിയിൽ ജീവിതത്തിലുള്ളത്. സോ അതിനെ കോൺഷ്യസ് ആയിട്ട് മാറ്റുക. റിലേഷൻഷിപ്പിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും? നിങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഔട്ട്കം ജനറലി ആണ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകൾ എന്ന് മാത്രമല്ല,
ബ്ലഡ് റിലേഷൻഷിപ്പ് ആകാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് ആകാം, സോഷ്യൽ സർക്കിൾസ് ഒക്കെ തന്നെ ആകാം. അതിൽ വരാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. യെസ്, നിങ്ങളുടെ സങ്കടങ്ങൾക്ക് ഒരു ടവർ മൊമെൻ്റ് വരികയാണ്. അതായത് നിങ്ങളുടെ ഗിൽറ്റ് അവസാനിക്കുന്നു, സങ്കടം അവസാനിക്കുന്നു, സോളിറ്റ്യൂഡ് അവസാനിക്കുന്നു, ലോൺലിനെസ് അവസാനിക്കുന്നു. ആൻഡ് ദെൻ ഈ ഹീലിംഗ് പൂർത്തിയാക്കുന്നത് വഴി നിങ്ങളുടെ കൺഫ്യൂഷൻസ് മാറുകയാണ് എന്നുള്ള എനർജിയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ്ങർ ആവുന്നു. ആക്ച്വലി വളരെ ഇൻറ്റ്യൂട്ടീവാണ് നിങ്ങൾ ഈ കേൾക്കുന്ന വ്യക്തികളെല്ലാം. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെയുള്ള ചീറ്റിംഗ് അനുഭവിക്കേണ്ടി വരുന്നത്, മാനിപ്പുലേഷൻ അനുഭവിക്കേണ്ടി വരുന്നത്, ബാക്ക് സ്റ്റാബിങ് അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരുന്നത്. പക്ഷേ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്കെങ്കിലും ഇവിടെ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള മെസ്സേജാണ്. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ലോസ് ഉണ്ടാകും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേണ്ടാത്ത ബന്ധങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ആൻഡ് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി എത്തും എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ പവറാണ് ലഭിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാനിഫെസ്റ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സൺ ഗൈഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് വേണം, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണം, കൺസൾട്ടിങ് ആവശ്യമാണ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ് ആവശ്യമാണ്, റിലേഷൻഷിപ്പ് കൺസൾട്ടിങ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.